എറണാകുളം കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചു. മണ്ണത്തൂർ കരയിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി എളവൂർ വട്ടപ്പറമ്പ് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി ഉയർത്തി. ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, എറണാകുളത്തെ അവസ്ഥ എന്താണ്? എറണാകുളത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയായിരുന്നു എറണാകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ചെറിയ നാശനഷ്ടങ്ങളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപകടകരമായ രീതിയിലാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാറി താമസിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരപ്രദേശം കൂടുതലുള്ള സ്ഥലമാണ്. പ്രധാനമായും ചെല്ലാനത്തും അതുപോലെ തന്നെ കണ്ണമ്മാലി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. എന്നും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കടലാക്രമണവും കാര്യങ്ങളും ഒക്കെ തുടരുകയാണ്. അത്തരത്തിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ചെല്ലാനം ഭാഗത്തും ചെറായി ഭാഗത്തും ഒക്കെയുണ്ട്. ആലുവ ശിവക്ഷേത്രത്തിൽ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആലുവ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ടില്ല. മറിച്ച് ആലുവ ശിവക്ഷേത്രത്തിൽ മറ്റിടങ്ങളിൽ നിന്നും ഒഴുകി വന്ന ഓവുചാലുകളിൽ നിന്നുമൊക്കെ ഒഴുകി വന്ന വെള്ളം നിറഞ്ഞ് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയോരത്തെ പിതൃതർപ്പണ ചടങ്ങുകൾ ദേവസ്വം ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, എറണാകുളത്തിന്റെ വിവിധ ഭാഗത്ത് പ്രധാനമായും മലയോര പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും കോതമംഗലത്തും അടക്കമുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. എറണാകുളം കൂത്താട്ടുകുളം തിരുമാറാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചു. ഇന്നലെയാണ് ഇത്തരത്തിൽ മരിച്ചത്. തൊഴിലുറപ്പിന് ശേഷം വീട്ടിലേക്ക് വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വീടിനടുത്തു തന്നെ മരം പൊട്ടി ദേഹത്ത് വീണ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചതായി കണ്ടെത്തിയത്. തിരുമാറാടി മണ്ണത്തുകരയിൽ സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. ഇന്നലെയാണ് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം കുമ്പളത്ത് ഫെറിയിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ്. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കടലിൽ പോയ ഒരാളെയാണ് ഇത്തരത്തിൽ കാണാതായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, എറണാകുളം കുമ്പളത്ത് തന്നെ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ കൂടി ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. 3 വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത്. മാത്രമല്ല, ഗതാഗത തടസ്സമടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഉണ്ട്. എറണാകുളം എളവൂർ വട്ടപ്പറമ്പ് റോഡിൽ മരമൊടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ തീരപ്രദേശത്തും മലയോര മേഖലകളിലും ഈ മഴയുമായി ബന്ധപ്പെട്ട് മഴക്കെടുതികൾ തുടരുകയാണ്. നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ട്രെയിനുകൾ പലതും ലേറ്റാണ് എന്നതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പല ട്രെയിനുകളും പ്രധാനമായും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും ട്രാക്കിലേക്ക് മരമടക്കം വീണ് ഇത്തരത്തിൽ തടസ്സം നേരിട്ടതിനെ തുടർന്ന് ട്രാക്കുകളിൽ മരം വീണതിനെ തുടർന്നൊക്കെ ഇത്തരത്തിൽ ട്രെയിൻ ലേറ്റ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് 1.5 മണിക്കൂറോളം ലേറ്റ് ആകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരശുറാം എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, ഒപ്പം തിരുവനന്തപുരം സെൻട്രൽ ഇന്റർസിറ്റി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ലേറ്റാണ്. മാത്രമല്ല, ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോടേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസും ലേറ്റാണ്. ശരി ലിഡിയ.